നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമസ്കാരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ ചിത്രവും തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. നിയമത്തെ ഒരു അക്കൗണ്ട് ഞങ്ങളങ്ങ് പൂട്ടിച്ചു എന്ന്. വലിയൊരു ആവേശവും ഒരു അഹങ്കാരവും ഒക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 2026 വരുമ്പോൾ പൂട്ടിച്ച ഒരു അക്കൗണ്ടിന് പകരം 3 അക്കൗണ്ടാണ് BJP തുറന്നത്. നമ്മളിവിടെ ചാനലുകളിലെല്ലാം നിറയുന്നത് UDFൻ്റെ വലിയൊരു വിജയത്തെക്കുറിച്ചാണ്. ആ വിജയത്തിനിടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് BJPയുടെ ഒരു കടന്നുവരവ്. നിശബ്ദമായി പ്രവർത്തനം നടത്തിക്കൊണ്ട് അവർ 3 സീറ്റ് വരെ പിടിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ആവേശകരമായ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ BJP നടത്തി. ആദ്യം കോർപ്പറേഷൻ പിടിക്കുന്നു, അതിനുശേഷം ഇപ്പോൾ 3 സീറ്റ് പിടിക്കുന്നു. കേരളത്തിൽ അവരൊരു വലിയ പ്രതീക്ഷ ഇപ്പോൾ കാണുന്നുണ്ട്. ഇതൊരു വല്ലാത്ത മുന്നേറ്റം. നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭ പിടിച്ചായിരുന്നു കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അവരുടെ തുടക്കം. മുൻപ് 2016 തിരഞ്ഞെടുപ്പിൽ നേമത്തൊരു അക്കൗണ്ട് തുടങ്ങി. എന്നാൽ 2021 അത് പൂട്ടിക്കുന്നതിൽ CPM വിജയിച്ചു. അങ്ങനെയാണ് വി ശിവൻകുട്ടി പിന്നീട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായത്. വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി നമുക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീടാകാം. എന്തായാലും ശിവൻകുട്ടിയെ ഇക്കുറി അങ്ങ് പൂട്ടി രാജീവ് ചന്ദ്രശേഖർ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. ഞങ്ങൾ ഇക്കുറി ഒരു നിർണായക ശക്തിയാകും. രാജീവിൻ്റെ ഏറ്റവും വലിയ കണക്കുകൂട്ടലൊക്കെ അടപടലം പാളി. കാരണം ഒരു തൂക്ക് മന്ത്രിസഭ വരുമെന്നും അതിൽ BJP നിർണായക റോൾ എടുക്കുമെന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചു. ഇവിടെ ഭരണവിരുദ്ധ വികാരം വലിയ സുനാമിയായി ആഞ്ഞടിച്ചു. വലിയൊരു UDF തരംഗം സംസ്ഥാനത്തുണ്ടായി. അതുകൊണ്ടാണ് BJP 3 സീറ്റിൽ ഒതുങ്ങിയത്. അല്ലെങ്കിൽ ഈ നമ്പർ ഒരുപക്ഷെ 2 അക്കത്തിൽ ചെന്നെത്തിയാലേ. ഇത്ര വലിയ ഒരു UDF തരംഗത്തിലും BJP 3 സീറ്റിൽ വിജയം. ആ വിജയം നമ്മെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, 99 നിന്നും 35 സീറ്റിലേക്കാണ് LDF താണിരിക്കുന്നത്. UDF 102 സീറ്റിലെത്തി നിൽക്കുന്നു. 35 സീറ്റിലേക്ക് LDF പതിക്കുമ്പോൾ ചില ചുവരെഴുത്തുകൾ കൂടി നമ്മൾ വായിക്കണം. മട്ടന്നൂരിലെ ഭൂരിപക്ഷത്തിൽ തുടങ്ങണം ആ ചുവരെഴുത്ത്. മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് 2021 ആ മണ്ഡലത്തിലെ ജനങ്ങൾ സമ്മാനിച്ച 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അത് തലകുത്തനെ വീണ് 20,000-ൽ താഴെ വന്നിരിക്കുന്നു. പയ്യന്നൂർ, തളിപ്പറമ്പൊക്കെ മണ്ഡലങ്ങൾ കൈവിട്ടു പോയി. അവിടെ CPM വിമതരാണ് വിജയിക്കുന്നത്. എങ്കിലും ആ മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ ആ ജനവിധി യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. CPM സഖാക്കളും അനുഭാവികളുമൊക്കെ കുത്തിയൊലിച്ചു പോയിരിക്കുന്നു. അമ്പലപ്പുഴ ഒരു കാലത്ത് പാർട്ടി കോട്ടയായിരുന്നു. സലാമിനെ പോലൊരു സ്ഥാനാർത്ഥി 2021 G സുധാകരനെ വെല്ലുവിളിച്ച് അവിടെ മത്സരിക്കുമ്പോൾ സലാമിന് 2000 വോട്ട് കുറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് അവിടെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതും പിന്നീട് G സുധാകരനെ തരം താഴ്ത്തിയതുമൊക്കെ. ആ സുധാകരൻ 30,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, 30,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴ പിടിച്ചെടുത്തിരിക്കുന്നു. ഇതൊക്കെ ചില ചുവരെഴുത്തുകളാണ്. എങ്കിൽ ഇവിടെ അപകടകരമായ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട് CPM-ന്. അതിലൊന്ന്, കേരളത്തിൽ NDA ചുവടുറപ്പിച്ചിരിക്കുന്നു. മധ്യ തിരുവിതാംകൂറിൽ ഏറെക്കുറെ ശക്തമായിരുന്ന കേരള കോൺഗ്രസ് ബാണി വിഭാഗത്തിന് ഒരൊറ്റ സീറ്റില്ല. അതൊക്കെ LDF-നൊപ്പം ചേർന്ന് നിന്ന് തകർന്നടിച്ചു പോയ ഒരു പാർട്ടിയായി മാറി. മറുവശത്ത് BJP-യുടെ ഒരു ചിത്രം നമുക്കൊന്ന് പരിശോധിച്ചാൽ 3 സീറ്റിൻ്റെ വിജയം മാത്രമല്ല, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ തുടങ്ങി നിരവധി സീറ്റുകളിൽ, എന്തിനേറെ കാട്ടാക്കട, നിരവധി സീറ്റുകളിൽ അവർ തരംഗം തീർത്തു. പാലായിൽ പോലും 35,000 വോട്ട് ഷോൺ ജോർജിന് ലഭിച്ചു. പൂഞ്ഞാറിൽ നല്ല വോട്ട് ഷെയർ കിട്ടി. ചുരുക്കത്തിൽ BJP ഇക്കുറി വാരിക്കൂട്ടിയ വോട്ട് ഷെയർ ഇത് LDF-ൻ്റെയും UDF-ൻ്റെയും ഒക്കെ കണ്ണു തുറപ്പിച്ചില്ല എങ്കിൽ വലിയ ഒരു സുനാമി തിര ഇനിയും ഉയരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ 3-ൽ നിന്ന് 2 അക്ക നമ്പർ ആയിരിക്കില്ല BJP ഇവിടെ എത്തിച്ചേരുക. അവർക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയും, തങ്ങളുടെ സീറ്റ് നില ഉയർത്താൻ കഴിയുമെന്ന തലത്തിലേക്ക് മാറും. കാരണം അപ്പോഴേക്കും ഈ മുന്നണി സംവിധാനങ്ങൾ മുഴുവനായി മറിയും. കോൺഗ്രസിൻ്റെ ഭരണം കിട്ടുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. മുഖ്യമന്ത്രി കസേരയെ തുടങ്ങുന്ന ആ തമ്മിലടി പിന്നീട് മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ ചെന്നെത്തും. ഭരണം തുടങ്ങി ഏതൊക്കെ തലങ്ങളിലേക്ക് ഇവർ അവരുടെ വണ്ടിയുമായി വലിച്ചു മുന്നേറുമെന്നൊന്നും നമുക്ക് പറയുക വയ്യ. തമ്മിലടിക്കുന്ന കാളക്കൂറ്റന്മാരായി ഇവർ മാറും. പിന്നെ ഇവർ വരുത്തി വയ്ക്കുന്ന ബിനുകളും ചില്ലറ ആയിരിക്കില്ല. അത്ര സൂക്ഷ്മത പുലർത്തണം ഭരണത്തിൽ. അത്ര സൂക്ഷ്മതയൊന്നും
കോൺഗ്രസ് നേതൃത്വത്തിന് കേരളത്തിൽ ചെലുത്താൻ കഴിയില്ല. ഇതൊരു ആൾക്കൂട്ടമായിരുന്നു, ആൾക്കൂട്ട മുന്നേറ്റമാണ്. ഈ ആൾക്കൂട്ടം തള്ളി വിജയത്തിലെത്തിച്ചതാണ്. ആൾക്കൂട്ടത്തിൻ്റെ വിജയ തള്ളലിൽ ഇപ്പോഴും മതിമറന്ന് നിൽക്കുകയാണ് നേതാക്കൾ. എങ്ങനെയാണ് വിജയിച്ചതെന്ന് അവർക്ക് പോലും ഒരു ലോജിക്കിന് കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം ഇത് സുനാമി പോലെ വന്ന 102 സീറ്റിൻ്റെ ഭൂരിപക്ഷം. സതീശൻ 100 സീറ്റ് എന്ന ഒരു തള്ള് പലപ്പോഴും നടത്തുമെങ്കിലും സതീശനും അത്ര ഉറപ്പൊന്നുമില്ലായിരുന്നു. ഇത് CPM സഖാക്കളെല്ലാം ചേർന്ന് ഒരുക്കിയ ഒരു വിജയമാണ്. ഇവിടെ ഇനിയാണ് റിയൽ റിസ്ക് UDF കാത്തിരിക്കുന്നത്. നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ പ്രാധാന്യം. മുസ്ലിം ലീഗ് ഇക്കുറി വലിയ ഒരു പാർട്ടിയായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന് ഇക്കുറി കൈവശമുള്ളത് 22 സീറ്റാണ്. കോൺഗ്രസിന് 63 സീറ്റുണ്ട്. അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്, അല്ല ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ 7 സീറ്റ് കൂടി ചേർത്താൽ 63ഉം 7ഉം 70. പിന്നീട് RSP, നമുക്കറിയാം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം എന്നീ ഘടകകക്ഷികൾക്കൊക്കെ RSPക്ക് 3 സീറ്റുണ്ട്, ജേക്കബ് വിഭാഗത്തിന് 1 സീറ്റുണ്ട്. കോൺഗ്രസിൻ്റെ സീറ്റ് നില ഇക്കുറി ഭദ്രമാണ്. പക്ഷേ ഏതെങ്കിലും തലത്തിലൊരു വിള്ളൽ ആ പാർട്ടിയിൽ ഉണ്ടായാൽ, മറുവശത്ത് കോൺഗ്രസിൽ എന്തെങ്കിലും തരത്തിലുള്ള ശിഥിലീകരണം സംഭവിച്ചാൽ മുസ്ലിം ലീഗ് വെറുതെ ഇരിക്കില്ല, അവർ മറുകണ്ഠം ചാടും. ഇപ്പോൾ മറുകണ്ഠം ചാടിയാലും 35 സീറ്റുള്ള LDFൽ ഒരു 70-ലെത്തിക്കുക അത്ര എളുപ്പമല്ല. അതുമാത്രമാണ് കോൺഗ്രസിന് ആകെയുള്ള ആശ്വാസം. ഇവിടെയാണ് BJPയുടെ വലിയ സാധ്യതകൾ. UDF മുന്നണിയിൽ അസംതൃപ്തരുടെ എണ്ണം ഭാവിയിൽ കൂടും. ജനങ്ങൾക്കിടയിൽ പലവിധ വികാരങ്ങൾ ഉയരും. ഇത് ഒരു വോട്ട് ബേസ് ആക്കി മാറ്റാൻ CPMന് കഴിയുന്നൊരു സാഹചര്യം ഒരുക്കിയില്ല എങ്കിൽ അത് മുതലാക്കാൻ NDAക്ക് കഴിഞ്ഞാൽ കേരളത്തിലൊരു NDAയുടെ വളർച്ചയാവും നമുക്ക് 2031-ലോ 2029-ലോ സംഭവിക്കാവുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില വിധിയെഴുത്തുകൾ. അതിലൊന്ന് ചാത്തന്നൂരാണ്. ചാത്തന്നൂർ BB ഗോപകുമാർ 51,923 വോട്ടുകളുടെ 51,923 വോട്ടുകളാണ് ഇക്കൊരു വാരിക്കൂട്ടിയത്. അവിടെ CPIയുടെ R രാജേന്ദ്രന് കിട്ടിയത് 47,525. സൂരജ് രവി ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 35,276. 4,398 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചാത്തന്നൂർ പിടിച്ചെടുത്തു. ചില എക്സിറ്റ് പോളുകളിലൊക്കെ നമുക്കറിയാം, ടുഡേയ്സ് ചാണക്യമൊക്കെ ചാത്തന്നൂർ പറഞ്ഞിരുന്നു. പക്ഷേ വലിയ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളോ ചാനലുകളോ ചാത്തന്നൂരിലെ BJPയുടെ ഒരു വിജയം അത്ര കണ്ട് പ്രഖ്യാപിച്ചിരുന്നില്ല. ഇതൊരു ക്രൊണോളജിക്കൽ വളർച്ചയാണ്, വളരെ ഓർഗാനിക് ഗ്രോത്താണ്. ആ ചാത്തന്നൂർ മണ്ഡലത്തിൻ്റെ ചരിത്രഗതി നമുക്കൊന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. 2011 അന്ന് BJPക്ക് വേണ്ടി മത്സരിച്ചത് കിഴക്കനേല സുധാകരൻ എന്നൊരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് കിട്ടിയത് ആകെ 3,839 വോട്ട്, അതായത് 3.36% വോട്ട് 2011. അന്ന് CPIയുടെ JS ജയലാലാണ് വിജയിക്കുന്ന 60,187 വോട്ടുകൾ. അന്ന് BJPയുടേത് 3,839. ബിന്ദുകൃഷ്ണ അറിയാലോ, കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണയ്ക്ക് അന്ന് 47,598 വോട്ടുകൾ കിട്ടി 2011. എന്നാൽ 2016 ഇതേ JS ജയലാൽ വിജയിക്കുന്നു, 67,606 വോട്ട്. ഇൻ്റർനാഷണൽ കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിച്ച ശൂരനാട് രാജശേഖരൻ വലിയ സ്ഥാനാർത്ഥിയാണ്, നല്ല തലയെടുപ്പുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അദ്ദേഹം അന്ന് നേടിയത് 30,139 വോട്ടാണ്. അവിടെ BB ഗോപകുമാറാണെന്ന് മത്സരിക്കുന്നത്, ഇപ്പോൾ മത്സരിച്ച 2016. അന്ന് അദ്ദേഹം 33,199 വോട്ട്. BJP 3.39 വോട്ട് ഷെയറിൽ നിന്ന് 21.56% വോട്ട് ഷെയറിലേക്ക് കുതിച്ചു കയറുന്നു. മുൻപ് JS ജയലാൽ 60,000 വോട്ട് അവിടെ നേടിയെങ്കിലും ഇക്കുറി 67,606. പക്ഷേ ആകെ വോട്ടുകളുടെ കണക്ക് നോക്കുമ്പോൾ 1.9% കുറവായിരുന്നത്. കാരണം 2011 1,14,000 വോട്ടിങ്ങാണ് അവിടെ നടന്നത്. പക്ഷേ 2016 അത് 1,33,000 വളർന്നിരുന്നു. അന്നേ BB ഗോപകുമാറിൻ്റെ പ്രകടനം ആ മണ്ഡലത്തിലുള്ളവർ വലിയ അംഗീകാരം കൊടുത്തു എന്നതിൻ്റെ ഒരു തെളിവാണ്. അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായി മണ്ഡലത്തിൽ. അദ്ദേഹം തന്നെ, അതാണ് ഓർഗാനിക് ഗ്രോത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2021 മത്സരിക്കുന്നു. അന്ന് GS ജയലാൽ 59,296, 7.64% വോട്ടുകളുടെ കുറവ് CPI സ്ഥാനാർത്ഥിക്ക് വരുന്നു ചാത്തന്നൂരിൽ. എങ്കിലും അദ്ദേഹം വിജയിക്കുന്നു. കാരണം BB ഗോപകുമാറിന് നേടാൻ കഴിഞ്ഞത് 42,090 വോട്ടാണ്.
അവിടെ മത്സരിച്ച പീതാംബരക്കുറുപ്പ് കൊല്ലം, അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 34,280 വോട്ട്. അപ്പോൾ തൊട്ട് മുൻപ് 2016 നമുക്കറിയാം ശൂരനയുടെ രാജശേഖരൻ മേടിച്ച 30,000-ത്തേക്കാൾ 4,280 വോട്ട് കൂടുതൽ മേടിച്ചു, 2.30%. പക്ഷേ അപ്പോഴേക്കും BJP തങ്ങളുടെ വോട്ട് ഷെയർ 30.61% ഉയർത്തി, 5.69% കൂടി 2016 അപേക്ഷിച്ച് BJPയുടെ BB ഗോപകുമാർ അവിടെ വോട്ട് ഷെയർ ഉയർത്തി. അങ്ങനെ 2026 CPIയുടെ R രാജേന്ദ്രന് കിട്ടിയത് 47,525 വോട്ട്. നമുക്കറിയാം 2021 59,000 വോട്ട് ഉണ്ടായിരുന്നതാണ്, 12,000 വോട്ടുകളുടെ കുറവ്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സൂരജ് രവിക്ക് കിട്ടിയത് 35,276. ഒരു കാര്യം വ്യക്തമാണ്, സൂരജ് രവിക്ക് 2021 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ അതേ വോട്ട് ഷെയർ ഇക്കുറിയും ലഭിക്കുന്നു. എന്നാൽ BB ഗോപകുമാർ CPIക്ക് അല്ലെങ്കിൽ LDFന് കിട്ടേണ്ട വോട്ട് ഷെയർ കൂടി നേടിയെടുത്ത് 51,923 ചുരുക്കത്തിൽ 4,398 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥി വിജയിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കേരളത്തിൻ്റെ പല മണ്ഡലങ്ങളും ഇത്തരത്തിൽ ഇടതുപക്ഷത്ത് നിന്ന് BJPയിലേക്കൊരു സ്വിങ് കാണുന്നു. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളുടെ കാര്യത്തിൽ, ചില പട്ടികജാതി വോട്ടുകളുടെ കാര്യത്തിൽ, നായർ വോട്ടുകളുടെ കാര്യത്തിലൊക്കെ ഈ സ്വിങ് പ്രകടമാണ്. അതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന നായർ വിഭാഗത്തിൻ്റെ വോട്ടുകളാണ്. മറ്റ് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഏറെക്കുറെ ഇക്കുറി UDFിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു. കഴക്കൂട്ടത്താണ് മറ്റൊരു അത്ഭുതം. കഴക്കൂട്ടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി T. ശരത്ചന്ദ്ര പ്രസാദ് ആണ് മത്സരിക്കുന്നത്, 37,183 വോട്ട്. അവിടെ 2021 SS ലാൽ ഡോക്ടർ SS ലാൽ മത്സരിച്ചപ്പോൾ 33,995 വോട്ടേ ലഭിച്ചുള്ളൂ. ആ വോട്ട് ഷെയർ ഏകദേശം 4,000 വോട്ടുകൾ കൂടി തൻ്റെ പെട്ടിയിലേക്ക് അധികമായി വരുത്താൻ ശരത്ചന്ദ്ര പ്രസാദിന് കഴിഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ 2021 നേടിയത് 63,690 വോട്ടുകളാണ്, 46.04%. തൊട്ട് തലേന്ന് 2016 9.48% വോട്ട് ഷെയർ കൂട്ടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ വിജയം. എന്നാൽ ഇക്കുറി കടകംപള്ളിക്ക് കിട്ടിയതോ 46,136 എന്ന് പറഞ്ഞാൽ മുൻപ് കിട്ടിയ വോട്ട് ഷെയറിനേക്കാൾ കടകംപള്ളിയെ സംബന്ധിച്ച് ഏകദേശം 16,000 വോട്ടുകളുടെ കുറവ്, 17,000 വോട്ടുകളുടെ കുറവ്, വലിയ കുറവാണ് സംഭവിച്ചത്. അന്ന് ശോഭാ സുരേന്ദ്രന് കിട്ടിയത് 40,193. ഇക്കുറി V. മുരളീധരൻ തൻ്റെ അക്കൗണ്ടിലേക്ക് 6,564 വോട്ടുകൾ കൂടി ചേർത്ത് 46,564. ഇഞ്ചോടിഞ്ച് പോരാട്ടം, 428 വോട്ടുകൾക്ക് V. മുരളീധരൻ കഴക്കൂട്ടത്ത് വിജയിക്കുന്നു. നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ 2021 മത്സരിക്കുമ്പോൾ 2016 തൻ്റെ വോട്ട് ഷെയർ വളരെയേറെ ഉയർത്തിയെടുക്കുന്നതിലെന്ന് വിജയിച്ചിരുന്നു. 2016 അവിടെ മത്സരിച്ചത് V. മുരളീധരനാണ്. അന്ന് മുരളീധരന് ലഭിച്ച അന്നത്തെ മുരളീധരൻ്റെ വോട്ടുകളും ഏറെക്കുറെ ശരിയാണ്. നമുക്കറിയാം അന്ന് മുൻപ് ഞാൻ ഉദ്ദേശിച്ചത് 2011 ഇലക്ഷൻ ആയിരുന്നു. 2016 V. മുരളീധരൻ അന്ന് അവിടെ നിന്ന് 42,732 വോട്ടുകൾ കിട്ടിയിരുന്നു. MA വാഹിദ് അന്ന് 38,602. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് എന്ന് പറയുന്ന ഒരു 38,000 വോട്ടുകളാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ അക്കുറി 50,079 വോട്ടുകൾ വാങ്ങി. അപ്പോൾ LDFിൻ്റെ വോട്ട് ഷെയറിൽ വന്ന ആ ഒരു വീഴ്ച ചുരുക്കത്തിൽ V. മുരളീധരന് കഴക്കൂട്ടത്ത് അനുഗ്രഹമായി. തിരുവനന്തപുരം നഗരസഭയുടെ കാര്യമെടുത്തേ, സമാനമായ ചിത്രമാണ്. ഒരു പരിധിവരെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്ന തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചെടുത്തു. പക്ഷേ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം മേഖലയിൽ UDFിൻ്റെ വോട്ട് ഷെയറിൽ വലിയ കുറവ് വരുന്നില്ല. LDF വോട്ടുകൾ BJP പെട്ടിയിലെത്തി. മുൻപൊക്കെ BJP കരുതിയിരുന്നത് LDF വോട്ടുകളേക്കാൾ UDF വോട്ടുകളായിരിക്കും തങ്ങളുടെ പെട്ടിയിൽ വരുന്നതെന്ന്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മറ്റൊരു കാര്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മറ്റൊരു ഉജ്ജ്വല വിജയം എന്ന് പറയുന്നത് പൂട്ടിച്ച നിയമം പൊക്കിയതാണ്. നമ്മുടെ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ ഇക്കുറി നേമത്ത് 57,192 വോട്ടുകൾ നേടി. അവിടെ K. ശബരിനാഥനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത്. ശബരിനാഥന് 29,730. ശിവൻകുട്ടി ഇഞ്ചോടിഞ്ച് പിടിച്ചു നോക്കി, പക്ഷേ 52,214. ഇതേ ശിവൻകുട്ടിക്ക് നമുക്കറിയാം 2021 55,837 വോട്ടുകൾ കിട്ടിയിരുന്നു.
അന്ന് കുമ്മനം രാജശേഖരൻ 51,888, കുമ്മനം രാജശേഖരൻ്റെ 51,888 എന്ന വോട്ട് ഷെയർ 57,192, 6000 ഏകദേശം 5,500 വോട്ടുകൾ കൂടി തൻ്റെ അക്കൗണ്ടിലേക്ക് ചേർക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു. അന്ന് കെ മുരളീധരൻ അവിടെ മത്സരിക്കുന്നത്. കെ മുരളീധരൻ അന്ന് 36,524 വോട്ടുകൾ നേടി. കെ എസ് ശബരിനാഥന് പക്ഷേ 29,730. കോൺഗ്രസ് വോട്ടുകളിൽ വലിയ കുറവ് നേമത്ത് സംഭവിച്ചിരിക്കുന്നു. നേമത്തെ ഒരു വളർച്ചയും ഒരു അത്ഭുത വളർച്ചയാണ്. നമുക്കറിയാം 2016 അന്ന് ഒ രാജഗോപാൽ 67,813 വോട്ടിന് വിജയിച്ച മണ്ഡലമാണ്. അന്ന് രാജഗോപാലിൻ്റെ വിജയത്തിനൊരു കാരണമുണ്ടായിരുന്നു. അവിടെ മത്സരിച്ച സുരേന്ദ്രൻപിള്ളയ്ക്ക് ആകെ കിട്ടിയത് 13,860. അന്ന് ശിവൻകുട്ടിയായിരുന്നു രണ്ടാം സ്ഥാനത്തെത്തി 59,142. ഓർക്കണം, 2011 അന്ന് BJPക്ക് വേണ്ടി ഒ രാജഗോപാൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 43,661 വോട്ടാണ്. അക്കുറിയും ശിവൻകുട്ടിയാണ് വിജയിച്ചത് 50,076 വോട്ട്. 2006 BJPക്ക് വേണ്ടി മലയൻകീഴ് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 6,705 വോട്ടുകളാണ്. അപ്പോൾ BJP പല മണ്ഡലങ്ങളിലും തങ്ങളുടെ വോട്ട് ഷെയർ ഇക്കുറി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് LDF UDF മുന്നണികൾ കണ്ണു തുറന്ന് കണ്ടില്ല എങ്കിൽ നാളുകളിൽ അവരുടെ വലിയൊരു വോട്ട് കുത്തിയൊലിച്ചു പോകും. BJP കേരളത്തിൽ ഒരു നിർണായക ശക്തിയാകും എന്നതിൽ സംശയമില്ല. അതിൻ്റെ ഒരു കൃത്യമായ ദിശാസൂചികയാണ് നമ്മൾ കാണുന്നത്. അതിൽ വലിയ കോൺഫിഡൻസ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ കേരളം പിടിക്കും എന്ന് മോദി പറയുന്നു. പക്ഷേ അത് 2026 അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ 2031 3ൽ നിന്ന് കേരളം പിടിക്കുന്നതിലേക്കുള്ള ഒരു മാജിക്. എന്തായാലും BJPയെ സംബന്ധിച്ച് ശരിക്കും അഭിമാനിക്കാവുന്ന ഒരു റിസൾട്ട്. പിണറായി വിജയനെ കണ്ടം വഴി ഓടിച്ചു, CPMനെ കുഴിച്ചു മൂടി, പിണറായി വിജയനെയും പിണറായിസത്തെയും ആ ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ ശരിക്കും കുഴിച്ചു മൂടിയിരിക്കുകയാണ്. വല്ലാത്തൊരു വീഴ്ച, പതനം. അതിൽ നിന്ന് കരകയറാൻ CPMന് ഉടനെയൊന്നും കഴിയില്ല. ഈ ഒരു സാഹചര്യം പൂർണ്ണമായി ഉൾക്കൊണ്ട് BJP ഒരു വിശാല അർത്ഥത്തിൽ പ്രവർത്തിച്ചാൽ, ആ നേതൃത്വത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവർ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ അത്ഭുതങ്ങൾ ഇവിടെ വരികയും. 2026 പെട്ടെന്നങ്ങ് വളർച്ച ഉണ്ടാക്കിയ പാർട്ടിയല്ല കേരളത്തിൽ BJP. അതായത് ഇതിനു മുൻപ് തന്നെ ചില സൂചനകൾ BJPയുടെ ഒരു വളർച്ച വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ BJP കടന്നു വരുന്നുണ്ട് എന്ന് കൃത്യമായി CPMൻ്റെ നേതാക്കൾ തന്നെ പച്ചയ്ക്ക് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നത് നമ്മൾ കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവർക്കത് പറയേണ്ടി വന്നു, കോർപ്പറേഷൻ ഉൾപ്പെടെ കയ്യിൽ നിന്ന് പോയപ്പോൾ. പക്ഷേ ഇതിന് തടയിടാൻ ഈ പറയുന്ന LDFനോ UDFനോ കഴിഞ്ഞില്ല. ഇവർ ഈ ചില സംഘടനകളുടെ പിന്നാലെ പോയപ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയ ഒരു സ്പേസ് ഉണ്ട് BJPക്ക്. പ്രത്യേകിച്ച് ഈ ഹിന്ദുക്കൾക്കിടയിലും അതുപോലെ തന്നെ ക്രിസ്തീയ വിഭാഗത്തിനിടയിലും ഈസിയായി കയറിക്കൂടാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ പറയുന്ന LDFും UDFും ഉണ്ടാക്കിയിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ വരാൻ പോകുന്നതും ഈ പറയുന്ന ലീഗിനെ അത്രയ്ക്കങ്ങ് കൈവിട്ടുകൊണ്ട് ഇവർക്ക് കോൺഗ്രസിനൊന്നും പറയാനും കഴിയില്ല. മുൻപ് പിണറായി ഭരിച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അതായത് ചില സംഘടനകൾക്ക് മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു പിണറായിയെ നമ്മൾ കണ്ടതാണ്. അതേ ഒരു അവസ്ഥ UDFനും സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ഇതിൽ കൂടുതൽ വോട്ട് ഷെയർ BJP ഉണ്ടാക്കില്ലേ? പാലക്കാട് രമേഷ് പിഷാരടിക്ക് ഇക്കുറി കിട്ടിയത് 62,199. ശോഭാ സുരേന്ദ്രൻ തൊട്ട് പുറകിലുണ്ട് 49,052. അവിടെ CPMന് കിട്ടിയത്, NMR റസാക്കിന് കിട്ടിയത് വെറും 33,931 വോട്ടുകളാണ്. ഇത്തരത്തിലുള്ള എത്രയോ മണ്ഡലങ്ങൾ, മഞ്ചേശ്വരം, കാസർഗോഡൊക്കെ CPM തൊട്ട് പിന്നാലെ വന്ന് നിൽക്കുകയാണ്. CPM അല്ല, BJP. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികൾ ഇക്കുറി പ്രകമ്പനം സൃഷ്ടിച്ചത് 3, 4, 5 സീറ്റുകളിലല്ല, ഏറെക്കുറെ 10 മുതൽ 15 സീറ്റുകൾ വരെ അവരുടെ ഒരു പ്രകമ്പനം നമ്മൾ കാണണം. രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തിന് തൊട്ടടുത്തെത്തി നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. UDFൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ ഈ ജനം ഈ 10 വർഷത്തെ കിരാതഭരണം അത്ര പെട്ടെന്ന് മറക്കില്ല. ഇടതുപക്ഷത്തോടും UDFനോടും ഒരു തുല്യ വിദ്വേഷം അവരിൽ വളരും. അത് ആത്യന്തികമായി BJPക്ക് അനുഗ്രഹമാകും. NDAയിലേക്ക് ആ മനസ്സുകൾ മാറും, ജനമനസ്സ് മാറും. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗവുമൊക്കെ
LDFിലേക്ക് 2021 ചാഞ്ഞ് പിന്നീട് 2026 പൂർണ്ണമായും LDFിനെ കൈവിട്ട് UDFിലേക്ക് വന്ന അവസ്ഥയാണ്. അവിടെ വലിയ അവഗണന നേരിട്ടാൽ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടാൽ വീണ്ടും ഒരു BJPയിലേക്കുള്ള ഒരു ചായ്വ് പ്രകടമാകും. ഇപ്പോൾ ഒട്ടനവധി വിഷയങ്ങളുണ്ടായിരുന്നു. FCR തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ, ഒട്ടനവധി പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ജനങ്ങൾക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് അവരുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ഒന്ന് പിണറായി വിജയനെ തൂത്തെറിയുക, ഈ മുടിഞ്ഞ ഭരണം അവസാനിപ്പിക്കുക, ഈ ധാർഷ്ട്യം, അഹങ്കാരം, ഈ ഒരു മാഫിയാവൽക്കരണം, അതിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുക. ഈ ഒരു ഒറ്റ ലക്ഷ്യത്തിലേക്ക് ജനമനസ്സുകൾ ഒന്നിച്ചപ്പോൾ അവിടെ BJP അപ്രസക്തരായിപ്പോയി. എങ്കിലും അവരുടെ കരുത്ത് ചോർന്നില്ല എന്നതിൻ്റെ തെളിവ് ഞാൻ പറഞ്ഞ ഈ വോട്ട് ഷെയർ. ഇത്തരമൊരു പ്രത്യേക സാഹചര്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് BJP ഒരുപക്ഷെ ഈ 3 സീറ്റിൽ ഒതുക്കപ്പെട്ടത്. ഇല്ലെങ്കിൽ ഈ 10 സീറ്റിലെത്തിയേനെ. ആർക്കും തരംഗമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കേരളത്തിൽ നടന്നിരുന്നത് എങ്കിൽ BJPക്ക് ഒരു 10 സീറ്റ് വരെ പ്രതീക്ഷിക്കാമായിരുന്നു. കാരണം ഈ തരംഗം പല സ്ഥലങ്ങളിലും പ്രകടമാകുമായിരുന്നില്ല. മഞ്ചേശ്വരത്തും കാസർഗോഡും ഒക്കെ ഇഞ്ചോടിഞ്ച് പിടിച്ചതാണ് BJP. കാട്ടാക്കട, പല മണ്ഡലങ്ങളും നമുക്കറിയാം നല്ല വോട്ട് ഷെയർ ഇക്കുറി നേടി. ഇപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു സുനാമി, ഒരു പ്രത്യേക തരംഗം കേരളത്തിൽ അഞ്ഞുവീശി. അതൊരു പിണറായി വിരുദ്ധതയാണ്. ആ വോട്ടുകൾ വിഘടിക്കാതിരിക്കാൻ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അവർ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് തങ്ങളുടെ വോട്ടുകൾ ഏകോപിപ്പിച്ചു. അതുകൊണ്ട് UDFന് ഈ വലിയ വിജയം സാധ്യമായി. മറുവശത്ത് BJP 3 സീറ്റിൽ ഒതുങ്ങി. 102 സീറ്റുകളുടെ ഒരു തരംഗം സൃഷ്ടിച്ചാണ് ഇപ്പോൾ UDF നിൽക്കുന്നത്. LDF വെറും 35 സീറ്റിലേക്ക് ഒതുങ്ങി. പല സീറ്റുകളും 1000 അതിന് ചുവടെയൊക്കെയാണ് വിജയത്തിൻ്റെ ലീഡ് LDFനെ സംബന്ധിച്ച്. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കളിയാക്കുന്നുണ്ട്, ഇക്കുറിയും ഈ പറയുന്ന K. സുരേന്ദ്രന് ജയിച്ചില്ല, തോറ്റു, സംപൂജനായി വീണ്ടും സുരേന്ദ്രൻ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അവിടെയൊക്കെ ഒരു വോട്ട് നില ഉയർത്താൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. അതായത് അത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയേണ്ട നേതാക്കളല്ല ഈ BJPയുടെ ഇപ്പോൾ കാൻഡിഡേറ്റ്സായി നിന്നവരൊക്കെ. അവർ അവരുടേതായ രീതിയിൽ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. BJP ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പെട്ടെന്നൊരു ദിവസം ഇവിടെ അങ്ങ് പിടിച്ചെടുക്കും. പക്ഷേ നിശബ്ദമായിട്ടാണ് അവർ പല മേഖലകളിലേക്കും എത്തിയതും പല കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുന്നതും. നമ്മൾ ബംഗാളിൽ ആ കാഴ്ച കണ്ടതാണ്. ബംഗാളിൽ കുറേ വർഷങ്ങളായിട്ട് മമതാ ബാനർജിയുമായിട്ട് വാക്പോരായിരുന്നു, പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അതുതന്നെയാണ് കേരളത്തിലും ഇപ്പോൾ നമ്മൾ കണ്ടത്. അവർ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇത്രയും പിടിച്ചെടുക്കും എന്നുള്ളത്. പക്ഷേ ഒരു നിശബ്ദമായ ഒരു പ്രവർത്തനം നടത്താൻ ഈ പറയുന്ന BJPക്ക് കൃത്യമായി കഴിയുന്നുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ UDFന് ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായും അനുകൂലമാകാൻ പോകുന്നത് BJPക്കാണ്. കാരണം എതിർപ്പുള്ള UDFിലെ നേതാക്കൾ, അതായത് തങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല, തങ്ങൾക്ക് ആഗ്രഹിച്ച പദവി കിട്ടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും BJPയിലേക്ക് ചാടാൻ നോക്കത്തുള്ളൂ. ഈ CPMലേക്ക് പോകാൻ അവർ താല്പര്യപ്പെടില്ല. കാരണം BJP ഒരു ദേശീയ പാർട്ടിയാണ്. അവരിനി കുറേ വർഷത്തേക്ക് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട്, ഒരു സേഫ് സോണാണ് BJP എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ കോൺഗ്രസിൽ നിന്ന് പലരും കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് BJPയിലേക്ക്. നമ്മൾ പത്മജ വേണുഗോപാൽ പോകുമ്പോൾ പരിഹസിക്കുന്നു, പക്ഷേ അതവരുടെ വിജയമാണ്. BJPക്ക് അവരെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അനിൽ ആന്റണിയെ കൊണ്ടുപോകുന്നു, അതും ഈ പറയുന്ന പോലെ AK ആന്റണി എന്ന് പറയുന്നത് ചെറിയൊരു നേതാവൊന്നും ആയിരുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മകനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതും അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ വാഗ്വാദങ്ങൾക്ക് നിൽക്കാതെ പ്രവൃത്തി കൊണ്ട് BJP കാണിച്ചു കൊടുക്കുന്നു. അല്ല, ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്, നമുക്കറിയാം മഞ്ചേശ്വരത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ AKM അഷ്റഫാണ് ഇക്കുറി മത്സരിച്ചത്. അഷ്റഫ് വലിയ വോട്ട് നേടി, 96,948, 29,252 വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേന്ദ്രനുമായി നോക്കുമ്പോൾ. പക്ഷേ സുരേന്ദ്രൻ അവിടെ 67,696 വോട്ട് നേടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CPMൻ്റെ KR ജയാനന്ദ മേടിച്ചത് എത്ര വോട്ടാണ്? 21,212 വോട്ട്. ഈ മഞ്ചേശ്വരത്ത് LDFന് ഇത്ര വോട്ടേ ഉള്ളൂ. അപ്പോൾ ആ വോട്ട് ഒന്നടങ്കം UDFന് കൈമാറി, LDF തന്നെ കൊടുത്തു. അവിടെ സുരേന്ദ്രനെ തോൽപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. സമാനമായ ഒരു സാഹചര്യം നമ്മൾ പാലക്കാട്, ഞാൻ നേരത്തെ ഭൂരിപക്ഷം പറഞ്ഞല്ലോ, പാലക്കാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മഞ്ചേശ്വരത്തും കാസർഗോഡും പാലക്കാടുമൊക്കെ CPM തങ്ങളുടെ കയ്യിലുള്ള വോട്ട് UDFന് കൈമാറി BJPയെ തോൽപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. ഇതെല്ലാ കാലത്തും അനുവർത്തിക്കാൻ കഴിയില്ല. വലിയൊരു വോട്ട് ഷെയർ BJPയിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വരുന്ന 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എന്ത് അത്ഭുതമൊക്കെ നടക്കും
എന്നത് ഇപ്പോൾ പ്രവചിക്കുക വയ്യ. ബംഗാളിൽ നമുക്കറിയാം 2016 3 സീറ്റ്, 3 സീറ്റ്. അവിടെ നിന്ന് 2021 77 സീറ്റ് BJP. 2021 CPM വട്ടപൂജ്യം, കോൺഗ്രസ് വട്ടപൂജ്യം. അവിടെ മമതാ ബാനർജി ഭരണത്തിലെത്തുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? ഇപ്പോൾ BJP ഭരണം പിടിക്കുന്നു അവിടെ, അതും 200 സീറ്റിനടുക്കൽ, 190 സീറ്റോളം. അപ്പോൾ വലിയ ഒരു അത്ഭുതമാണ് ബംഗാളിൽ BJP പ്രകടമാക്കിയത്. മറുവശത്ത് പുതുച്ചേരി പോലും BJP കയ്യിലൊതുക്കി, അസം തുടർ ഭരണ ഹിമന്ത് വിശ്വാസ്. അപ്പോൾ BJPയുടെ ഈ യാത്ര അവർക്ക് ഒരു തലത്തിലും എത്തിപ്പെടാൻ പറ്റാതെ നിന്നിരുന്നത് നമ്മുടെ 2 സംസ്ഥാനങ്ങളാണ്. ഒന്ന് പിണറായി വിജയൻ ഭരിച്ചിരുന്ന കേരളം, പിണറായി വിജയൻ്റെ സുഹൃത്ത് ഭരിച്ച തമിഴ്നാട്. പക്ഷേ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പോയി, മുച്ചൂടും തീർന്നു. തമിഴ്നാട്ടിൽ ഇപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് AIDMK BJP സഖ്യമാണ്. AIDMK നേരത്തെ വിജയുമായിട്ട് പലവട്ടം വിജയുടെ പാർട്ടിയായിട്ട് പലവട്ടം സംസാരിച്ച ഒരു അലയൻസ്. ഇപ്പോഴൊക്കെ എടപ്പാടി പളനിസ്വാമിയോട് വിജയ് ആവശ്യപ്പെട്ടത് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന്. എടപ്പാടി അന്തം വിട്ടു പോയി. ഒരു പുതിയ നടൻ 2 വർഷം പഴക്കമുള്ളൂ ഒരു പാർട്ടി തുടങ്ങിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നു. പക്ഷേ എടപ്പാടി അന്തം വിട്ടു പോകുന്ന റിസൾട്ടിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ AIDMKയും BJPയും വിജയുടെ പിന്നാലെ നടക്കുക, അലയൻസിന് വേണ്ടിയിട്ട് വിജയെ മുഖ്യമന്ത്രിയാക്കും. അപ്പോൾ തമിഴ്നാട്ടിലും BJP എത്തി, ബംഗാളിൽ മാത്രമല്ല. ഒരിക്കൽ CPMൻ്റെ ഉറച്ച കോട്ടയായിരുന്ന ബംഗാൾ ഇന്ന് BJP കീഴടക്കി, തമിഴ്നാട്ടിലും എത്തി. ഇനി കേരളത്തിൽ 3 സീറ്റ് അത്ര നിസ്സാരമല്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം വരും. ഈ വരാനിരിക്കുന്ന ഒരു കാലം അത് BJPക്ക് എന്തായാലും ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ തന്നെ മോദി ഓടി വരുന്നത് നമ്മൾ കണ്ടു. ഇപ്പം 3 സീറ്റ് പിടിച്ചപ്പോൾ ഉറപ്പായും ദേശീയ നേതാക്കളെത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ അവർ കളം നിറയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പോകുമ്പോൾ മോദി പുറത്തെടുക്കുന്ന ഒരു പ്രചാരണ ശൈലിയല്ല കേരളത്തിലേക്ക് വരുമ്പോൾ. മറ്റെല്ലായിടത്തും ജയ് ശ്രീറാം ഒക്കെ പറയുന്ന മോദി, പക്ഷേ കേരളത്തിൽ വരുമ്പോൾ അത് അത്ര പിടിക്കാറില്ല. കേരളത്തിൽ വരുമ്പോൾ ജയ് കേരളം എന്നൊക്കെ പറയുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ശൈലി മാറ്റണമെന്ന് BJPക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലായതിൻ്റെ ആദ്യപടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം എവിടെയും വർഗീയത പറയുന്നത് നമ്മൾ കേട്ടില്ല. വികസനം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു രാജീവ് ചന്ദ്രശേഖറിനെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ കെ സുരേന്ദ്രൻ ഇരുന്ന സമയത്തും ഈ ഒരു സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ളവർ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് മതം മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വോട്ട് നില ഉയർത്തുന്നുണ്ടെങ്കിലും അവർക്ക് അധികാരം പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. പക്ഷേ കെ സുരേന്ദ്രൻ്റെ കൈകളിലേക്ക് BJPയുടെ ഒരു കടിഞ്ഞാണെത്തുമ്പോൾ അടിമുടി ശൈലി മാറി. തീർച്ചയായിട്ടും കെ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ആ കടിഞ്ഞാൺ ഏറ്റെടുക്കുമ്പോൾ വലിയ വെല്ലുവിളിയാണ് അദ്ദേഹം നേരിട്ടത്. കാരണം ഇവർ 2020 വാരിക്കോരി സീറ്റ് കൊടുക്കുന്നു, മറുവശത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു, അതൊരുവിധ വർഗീയ കാർഡുകളും പുറത്തെടുക്കുന്നില്ല. ഇത് വിജയിക്കുമോ എന്ന സംശയം സുരേന്ദ്രൻ പക്ഷം തന്നെ ഇടയ്ക്ക് ഉയർത്തിയിരുന്നു. പക്ഷെ അത് വിജയിച്ചു എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ തൻ്റെ നിലപാടിൽ വ്യക്തതയുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ 2020 പരാജയപ്പെട്ട ചില പരീക്ഷണങ്ങളായി. അത് മാറ്റി നിർത്തിയാൽ, എന്നാൽ അതിനെ പൂർണ്ണമായും നമുക്ക് പരാജയമെന്ന് പറയുക വയ്യ. NDAയുടെ ഒരു മാസ് ബേസിനെ വളർത്തുന്നതിൽ ഇത് സഹായിച്ചു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വലിയ സുനാമി അടിച്ചു, വലിയ UDF സുനാമി വന്നേ. അപ്പോൾ ചില തന്ത്രങ്ങളൊക്കെ പാടും. എങ്കിലും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് നിരാശയ്ക്ക് വകയൊന്നുമില്ല. BJPയെ സംബന്ധിച്ച് നല്ല ഉജ്ജ്വല തിളക്കം തന്നെയാണ് ഈ 3 സീറ്റ്. എന്തായാലും കേരളത്തിൽ BJP ഒരു സ്ഥാനം, അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു എന്ന് ബോധ്യപ്പെടുത്തി തന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ 2026 അവർക്ക് വരും കാലങ്ങളിൽ കേരളത്തിൽ ചുവടുറപ്പിക്കാൻ തങ്ങൾക്ക് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അവരിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും BJP അവരുടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആരുടെ സ്പേസാണ് പോകുന്നത് എന്നുകൂടി ഇനി വരും കാലത്തറിയാം. കാരണം ഇടതിനാണോ വലതിനാണോ ഒരു തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്, പക്ഷേ വോട്ട് ചോർച്ച ഉണ്ടാകുന്നത് CPMൽ നിന്ന് BJPയിലേക്കാണ് എന്നുള്ള ഒരു ചിത്രവും ഏകദേശം മനസ്സിലായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വന്നതെന്ന് പറഞ്ഞത് തോൽവിയുടെ കാരണം ഞങ്ങൾ പഠിക്കുമെന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇത് നമ്മൾ കേട്ടു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ നമ്മൾ ഇത് കേട്ടു, നിയമസഭയിൽ നമ്മൾ ഇത് തന്നെയാണ് കേൾക്കുന്നത്. പക്ഷേ ഈ ശൈലി തുടരുകയാണെങ്കിൽ അടപടലം പ്രതിപക്ഷത്തേക്ക് BJP കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുകയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം.